ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുഞ്ഞെ. പ്രാർത്ഥിക്കുക, അല്ലാതെ എന്താ ചെയ്യാ? ശാരദാമ്മയുടെ കുടുംബത്തിന് മാത്രം എന്താ ഇങ്ങനൊരു വിധിയെന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ശ്യാമേ, ഞാൻ നിന്നെ വിളിച്ചായിരുന്നല്ലോ, എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ വിളിച്ചപ്പോഴൊന്നും കുഞ്ഞേച്ചി ഫോൺ എടുത്തില്ലല്ലോ. അതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയ മീറ്റിംഗ് ഇരിക്കുമ്പോ ഞാൻ എങ്ങനെയാ നിന്റെ ഫോൺ എടുക്കുന്നത്? അല്ലെങ്കിലും ഞാനിപ്പോ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ആളൊന്നും അല്ലല്ലോ. ശ്യാമേ, ഇതെന്താ അമ്മ ഇവള്? ശ്യാമേ, നിനക്കിപ്പോ ഒരുപാട് വിഷമമുണ്ട്, ഉണ്ടാവും, അത് ഞങ്ങൾക്കും അറിയാം. പക്ഷെ നീ അത് പ്രകടിപ്പിക്കേണ്ടത് നിന്റെ കൂടപ്പിറപ്പുകളോടല്ല. ഞാൻ പിന്നെ എന്റെ സങ്കടങ്ങളും ആവശ്യങ്ങളും ഒക്കെ ആരോടമ്മേ പറയണ്ടേ? എല്ലാവർക്കും അവരോടെ കാര്യങ്ങള്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി മുന്നോട്ട് പോകാനാണെങ്കിൽ ഈ കുടുംബ ബന്ധങ്ങളൊക്കെ എന്തിനാണ് അമ്മ എനിക്ക് പറഞ്ഞതാ? പരസ്പരം സഹായിക്കാനും സഹകരിക്കാനും മനസ്സിലെങ്കിൽ എന്തിനാ അമ്മ ഈ കൂടപ്പിറപ്പുകളൊക്കെ? ശ്യാമേ, നിനക്ക് ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ നീ പോലീസ് സ്റ്റേഷനിലേക്കുള്ള പോക്ക് അമ്മയും കൂട്ടിക്കൊണ്ട് പോയായിരുന്നില്ലേ? എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല? ഇതിപ്പോ എന്റെ മാത്രം കാര്യമായി പോയല്ലോ, എനിക്ക് പോകാതിരിക്കാനും പറ്റില്ലല്ലോ. ഇപ്പൊ ഇവിടെ സ്വാർത്ഥത കാണിച്ചത് ആരാ? ഞാനോ നീയോ അതോ അമ്മയോ? പറയുന്നതൊന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ശ്യാമേ, നിന്റെ ജീവിതം നീ തന്നെ കൈവിട്ട് കളയ. അതിന് ഞങ്ങളെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ശരിയാ, ഞാൻ തന്നെയാ എന്റെ ജീവിതം കളഞ്ഞു കുളിക്കുന്നത്, നശിപ്പിക്കുന്നത് ഞാൻ തന്നെയാ. എല്ലാവർക്കും എല്ലാം ഉണ്ടല്ലോ, ഒന്നുമില്ലാത്തത് എനിക്കാണല്ലോ. ശ്യാമേ, ആരെങ്കിലും ഉണ്ടോ എന്റെ ജീവിതത്തിന്റെ ഭാഗമാണെന്ന് പറയാൻ? ഉള്ളയാളെ എന്നെ പോലും വേണ്ടാതെ സ്റ്റേഷനിൽ പോയി കിടക്കുക. അയാളെ അവിടെ നിറക്കി നഷ്ടപ്പെട്ടു പോയ ജീവിതം തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിലാ ഞാൻ. അതിന് എന്നെ സഹായിക്കാൻ പറ്റുന്നവരുടെ മുന്നിലൊക്കെ ഞാൻ പോയി കൈനീട്ടി നിൽക്കുന്ന. രോഹിത്തിന്റെ സ്വഭാവം വെച്ച് ആരും രോഹിത്തിനെ സഹായിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ എനിക്കങ്ങനെ കൈയൊഴിയാൻ പറ്റില്ലല്ലോ. നാളെ രോഹിത്തിനെ കോടതിയിൽ ഹാജരാക്കും. അതിനു മുൻപ് ജാമ്യത്തിലെടുക്കാനുള്ള വഴി നോക്കണം. ഇല്ലെങ്കിൽ രോഹിത് എന്നേക്കുമായിട്ട് അകത്താം. രോഹിത്തിന്റെ കൂട്ടത്തിൽ കൂടിയ ആൾക്കാരൊന്നും ഇപ്പൊ രോഹിത്തിന്റെ കൂടെ ഇല്ല.